ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരിശിന്റെ വഴി ആരംഭിച്ചു. നിശ്ചയിച്ച പോലെ പ്രദക്ഷിണം നടത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ വ്യക്തമാക്കി. അനൂപ് ദാസുണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഈ കുരിശിന്റെ വഴിയുമായി ബന്ധപ്പെട്ട അനുമതിയില്ലായ്മ, അതിനെതിരെ നേരത്തെ തന്നെ പ്രതികരണങ്ങൾ വന്നതാണ്. ഇപ്പോൾ ഏത് തരത്തിലാണ് അവിടെ നിശ്ചയിച്ച പോലെ പ്രദക്ഷിണം നടക്കുന്നത്? നിശ്ചയിച്ച പോലെയല്ല പ്രദക്ഷിണം നടക്കുന്നത്. നിശ്ചയിച്ചത് സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് 7 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ സേക്രഡ് പള്ളിയിലേക്ക് കുരിശിന്റെ വഴി നടത്താനായിരുന്നു. കേരളത്തിലൊക്കെ കുരിശിന്റെ വഴി നടത്തുക ഈ ദിവസമല്ല, പ്രത്യേകിച്ച് ഈ ഓശാന ഞായർ ദിവസമല്ല, വെള്ളിയാഴ്ചകളിലാണ്, ദുഃഖവെള്ളി ദിവസമോ അല്ലെങ്കിൽ ആ തരത്തിലാണ് നടത്താറ്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഞായറാഴ്ച കൂടി പരിഗണിച്ച് പല മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഈ ഓശാന ഞായർ ദിവസമാണ്. കഴിഞ്ഞ 15 വർഷമായി. എന്നാൽ 2 വർഷം മുൻപ് സമാനമായ അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്നും അനുമതി നിഷേധിച്ചു. എന്നാൽ കുരിശിന്റെ വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പുറത്തുകൂടി നടത്താൻ അനുമതി ലഭിക്കാത്തതിൽ പ്രയാസമുണ്ട്. പക്ഷേ ഞങ്ങളിത് പള്ളിക്കകത്ത് വെച്ച് നടത്തുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിശ്വാസി സമൂഹം ഇവിടെ ഈ പരിപാടിയിൽ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. നിശ്ചയിച്ച പോലെ അല്ല അവിടെ ആ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടക്കുന്നത്.